അപ്പോൾ എൻ്റെ മാറ്റി നട്ട ആന്തൂറിയൻ ചെടികളെല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇലകളൊന്നും ഞാൻ ഇട്ട് കൊടുത്തല്ല കേട്ടോ, അതുപോലെ പാറി വന്ന് വീണതാണ്. അപ്പോൾ പുതിയ ഇലകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കുറേ ചെടികൾക്ക്. പിന്നെ അന്ന് എല്ലാ ഇലകളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കീറിയ ഇലകൾ കുറച്ചെല്ലാം അവിടെ വെച്ചിന്. അപ്പോൾ പിന്നെ അതിന് ശേഷം നന്നായിട്ട് പൂവെല്ലാം പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതാ മുട്ട് വരുന്നു, ഇതെല്ലാം പുതിയ തളിർപ്പെല്ലാം വരുന്നുണ്ട്. ഇത് കണ്ട കുറേ പൂവെല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അയ്യോ പറിക്കല്ലേ. അപ്പോൾ അതിന് ശേഷം നല്ല പുതിയ ഇലകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്, ഉഷാറായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഞാൻ അന്നൊരു വേര് നട്ടിട്ടുണ്ടായിരുന്നു, വേരിൻ്റെ അതും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേര് നട്ടിട്ട് വേര് കണ്ട അന്ന് ഞാൻ വേര് നട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു വേര് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് കിട്ടുന്നുള്ളത്. അപ്പോൾ വേര് നട്ടിട്ട് പുതിയ തളിർപ്പെല്ലാം വന്ന് ഇത് കണ്ട നല്ല ഭംഗി ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിനും ചെറിയൊരു ഇതിങ്ങനെ വരുന്നുണ്ട്, കാണുന്നൊരു ഇതുണ്ടാ ചിരി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇല വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെടികളെല്ലാം മാറ്റി നട്ടപ്പോൾ മോശമല്ലാണ്ട് ഇങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അന്ന് നമ്മൾ മാറ്റി നട്ട ആന്തൂറിയൻ ചെടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ചെടികളിൽ ഒന്നും കൂടി ഉഷാറാവാനുണ്ട്. പിന്നെ ഇലകൾ ഇതൊന്നും അന്നത്തെ മോശം ഇലകൾ തന്നെയാണ്. കുറച്ചിലയെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പുതിയ ഇല വന്നതാണ്, അതിന് ശേഷം വന്നതാണ്. ഇതെല്ലാം പുതിയ ഇല വന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ പൂവെല്ലാം ഇങ്ങനെ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ നാട്ടുപ്രദേശത്ത് കാണുന്ന നാടൻ ചെമ്പരത്തി ചെടിയിൽ വേറൊരു കളറിലുള്ള ചെമ്പരത്തി ബഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ കുറച്ച് കൊല്ലങ്ങളായി ഇത് ചെയ്തിട്ട്, അപ്പോൾ ഇപ്പോൾ അതിലിങ്ങനെ പൂ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്.